ಬರ್ತೇನೆ എല്ലാരും ഇവിടുന്ന് ഫ്രഷ് ആയിക്കോ. നമുക്ക് നാസ്ത കളിച്ച് 14 കിലോമീറ്റർ ഉള്ള പോണം. ഇനി പോണോ അവിടെ? ബരി ബരി ബണ്ണി വാ ബണ്ണി ബണ്ണി. അവിടുന്ന് ഒരു മുരട വാങ്ങി. മുരട മുരട അവിടെ ഒരു മുരട കൊടുക്കേ. அண்ணா முரடைக்கு என்ன விலை? அழியா നാളെ മൊന്ത എടുത്തേക്കടാ വാക്കടാ. വാടാ വിശാലായിട്ട് പറമ്പ് പോയിരിക്കും നമുക്ക്. അല്ല ഇവിടെ ഇപ്പൊ കക്കൂസില്ല. എടാ പൊട്ട എനിക്കിതൊന്നും അറിയില്ലേ? ഇവിടുത്തെ രീതി ഇങ്ങനെയൊക്കെയാണ്. എടാ പറമ്പിലിരിക്കുന്നൊക്കെ രസല്ലേ? എന്ത് രസോ? ആരെങ്കിലും കണ്ട പെണ്ണിന്റെ വീട്ടില് കക്കൂസ് ഉണ്ടാവൂലേ? പെണ്ണിനതിന് ഇവിടുന്ന് അങ്ങോട്ടല്ലേ കൊണ്ടുവന്ന്. എന്നാലും നമ്മൾ കണ്ടീഷനായിട്ട് പറയണം ആടെ പറമ്പിലൊന്നും നടക്കൂല എന്ന് കേട്ടുക. എടാ എന്നാൽ ഇത്രയും പൈസയും കൊടുത്തിട്ട് ദികേഷേ എത്ര വലിയ കക്കൂസ് ഉണ്ടായിട്ടോ ഈ പറമ്പ് തൂറ് ശീലിച്ചോളിക്കില്ലേ? ഇതൊന്നും ശരിയാവൂല കേട്ടാ. മൃഗേഷേ ഞാനൊരു കാര്യം പറയാം. നിന്റെ ഓളും നീയും കൂടി പൈപ്പും ചോട്ടിലാറ്റും വൃത്തികേടാക്കിയിട്ടുണ്ടല്ല, എന്റെ സ്വഭാവം മാറും. ആടെ നല്ല സ്ഥലം, നമുക്ക് അങ്ങോട്ട് ഇരിക്കവാ. ഞാനാദ്യം പോകും. ഇത് മല്ലപ്പ, അവർക്കൊരു 3000 കൂടി. നമ്മ ഇപ്പൊ കാണാൻ പോണ പെണ്ണില്ല, അവൾ ഇവരുന്നു. എടാ പെണ്ണൊന്നിന് 3000 ഇന്ത്യയിൽ പൈസ കുറയുണ്ടെന്ന് വെച്ചിട്ട് എടുത്ത് വീഴ്ച നിൽക്കണം. കേട്ടുക തിമ്മപ്പ മല്ലപ്പൊക്കെ കൂടെ ദികേഷേ, നീ നാട്ടിൽ പോയി എല്ലാവരും പറയാൻ നിൽക്കണ്ട. നാട്ടിൽ പോയി പറഞ്ഞാലേ നാട്ടിലെ സകല കൊണ്ടാപ്പന്മാരും പെണ്ണും തേടി ഇങ്ങ് പോരും. നാളെ എടുത്ത പെമ്പിള്ളർ പറയും എനിക്ക് ഗവൺമെന്റ് പണിക്കാരെ പാടാന്ന്. അതുകൊണ്ട് ഒന്നും ഉണ്ടാതെ കേട്ടാ, എനിക്ക് കൊടുക്കുന്ന ഒരു കല്യാണം കഴിക്കണം. എനിക്കോ? എനക്കതല്ല, ഈ 19-20 എന്ന് പറയുമ്പോൾ തീരെ പ്രായം കുറഞ്ഞു പോയില്ലേന്നാ. എൻ്റെ ഒരു വയസ്സ് വെച്ചിട്ട് കുറച്ചും കൂടി പ്രായം ഉണ്ടായിരുന്നേ നല്ലതിനും. എനിക്കിപ്പോൾ വയസ്സ് 10-30. മതി, ഇനി നിർത്തിക്കളാ. എനിക്ക് 40 ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അല്ല ഇവനിനി ഇപ്പൊ ഇവിടുന്ന് പെണ്ണ് കിട്ടിയാൽ തന്നെ വാശം നേരിട്ട് കാര്യം എന്താവും? അല്ല അത് ബേജാറാണ്ടാളിയാ. കുറച്ചു കാലം ഞാൻ അവരുടെ കൂടെ ഉണ്ടാവുമല്ലോ. ഇത് ഓനും മോളും കിടക്കുന്നിടത്ത് ഈ പോവുക ഭാഷ പഠിപ്പിക്കാൻ. അടി വാങ്ങും. അതിന് ഭാഷ ഒരു പ്രശ്നമല്ലല്ലോ. ആളെ വിളിച്ചിട്ട് കുഴപ്പമാക്കല്ലേ. ഈ പുറത്തിറങ്ങിട്ട് ഞാള് പോകും. ഇതൊരു നല്ല ശക്തിയുള്ള അമ്പല. ഇവിടുന്ന് പ്രാർത്ഥിച്ച കല്യാണം കണ്ടിട്ട് നടക്കും. നമസ്കാരം. ബന്നി ബന്നി, ഇവര് കേരളന്ന് വന്നവര്. ഒരു 1100 രൂപ കൂടി. ഇവിടെ തൊട്ടതിന് പിടിച്ച് പൈസ ഉറുപ്പ്യണ്ട. അത് ബ്രിഗേഷ്, നമ്മ ബോണിക്കുപ്പിള പെണ്ണിനെ കാണാൻ പോകുന്നതിന് മുമ്പ് നമുക്കൊരു ഓഫർ ഉണ്ട്. സോമാർപേട്ടിൽ ഒരു പൊണ്ണുണ്ട്, 100 ഏക്കർ കുരുമുളക് തോട്ടം, 10-60 മാട്. അവർക്ക് കല്യാണം ആകലാം. നോക്കാമ്മ. ദികേഷ് നോക്കടാ, ഇത് ശരിയാ. ഇങ്ങനെ കൂടെ സെറ്റിൽ ആയിക്കൂടെ? എന്നാ പിന്നെ എന്റെ വീട്ടിൽ അളിയനും സെറ്റിൽ ആവാ. സെറ്റിൽ ആകാൻ അളകാപുരി കൊട്ടാറില്ലേ? അല്ല ഞാൻ ആദ്യം പെണ്ണിനെ ഒന്ന് കാണട്ടെ. എന്റെ പൊന്നു മൃഗേഷേ. ബണ്ണി ബണ്ണി ബാ. ഇതെന്നാ വീട്? മോശമില്ലടാ. ഗൗഡറെ നമസ്കാര. ഇവര് കേരളം വന്നവര്. ഇതൊക്കെ അല്ലേ? ഡബിൾ ഓക്കെ. പിന്നെ മാറ്റി പറഞ്ഞേ. ഇല്ല മതി, വാ. ഇവർ എന്നാ പേര്? കുടുങ്ങി സെറ്റ് സാധനം. കുടുങ്ങി കുടുങ്ങി.
മല്ലേശ്വരിക്കാരി മല്ലേശ്വരി ഇപ്പൊ കണ്ടായിരുന്നു. നൂറേക്കർ കുരുമുളക് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. അതെ അളിയാ ഒന്ന് തിമ്മപ്പാ ഇതുവരെ കണ്ട പെണ്ണായിരുന്നു. അത് ಅವ್ರದ್ದು. അപ്പൊ ഇനിയുള്ള ನಂದು. മലയെ വാ വാ ഇത് ചെലവിന് സ്ഥലം വിട്ടു. ಏನ್ರಿ ഇനി ആളെ പറ്റിക്കാൻ മുട്ടിയെ അടിച്ചോടിച്ചു കളയും. പറഞ്ഞോളൂ ಜಾಸ್ತಿ ಮಾತಾಡಬೇಡ. ಹೋಗಿ ಅಮ್ಮ ನಿನ್ನೆ ನೋಡ್ಲಿಕ್ಕೆ ಬಂದವರು. വേറെ നോക്കാം. കുറച്ച് മൂപ്പുള്ള ಬೇರ್ತಾರ ಅಮ್ಮ ദാ, ഇവിടെ. നല്ല പൊണ്ണപ്പാ. ഈ ഫോക്സോ ഒന്ന് കേട്ടിട്ടുണ്ടാ? എന്നാ ഞാൻ കാണിച്ചേ. വേണ്ട. ഇയാള് പറഞ്ഞു കേട്ടില്ലേ? ശൈശവാക്കം ജാമ്യം പോലും കിട്ടില്ല. അകത്താവും. ആ ഞാളും ഞാൻ ശരിയാക്കി തരാ. നിന്നെ നോಡ್ಲಿಕ್ಕೆ ಬಂದವರು. ഇപ്പൊ എന്താ ಅಜ್ಜಿ ആടേക്ക് ആടേക്ക് പറയല്ലേ അത് പിന്നെ മരത്തെ കുടുങ്ങിയപ്പോ വലിച്ചപ്പോ പൊട്ടിയപ്പോ വനചേച്ചി കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റല് വെട്ടി ഒരു ഇങ്ങോട്ട് ഓന്റെ സ്കൂൾ കുട്ടികള് ബാബാ ഇതാ വീട്. നല്ല മഴ പെയ്ത ഒരു തുള്ളി പുറത്തു പോലെ. ಇದು ಹುಡುಗಿ ಮನೆ. ನಮಸ್ಕಾರ. ಇದಮ್ಮ, ಇದು ಮಾಮನ್, ಇವರು ಹುಡುಗ. ಇವರು ಎಲ್ಲ ಫ್ರೆಂಡ್ಸ್ಗಳು. ಎಲ್ಲಿ ನಿಮ್ಮ ಮಗಳು? ಕರೀರಿ. ಕಾವೇರಿ. എനക്ക് ഓക്കെ എന്നിട്ടാ പിന്നെ നിർത്തി ಬಾಪ. വിശേഷം ചോദിച്ചല്ലേ എന്നറ ചേച്ചി ഇവർക്ക് സംസാരിക്കണം. ಇವರು ನಿಮ್ ಜೋದಿಗೆ ಮಾತಾಡಬೇಕು. ಆಯ್ತಾ? ಆಯ್ತಮ್ಮ. ಪಾಪ ചെല്ല് ಬರೋ. സംസാര ചെല്ല്. ಬನ್ನಿ, ഇപ്പൊ ഒരാളിയാ. ನೀವು ಮಾತಾಡಿ. ಹೋಗಮ್ಮ. ഹലോ ഹലോ. എന്താ പേര്? ആ അമ്മ ಏಮ, ನಿಮ್ಮ ಹೆಸರು ಏನಂತ ಕೇಳಿದ್ದ? ಕಾವೇರಿ. ആ കാവേരി നല്ല പേര്. ನೀವು ಏನ್ ಕೆಲಸ ಮಾಡ್ತಿದ್ರ? ആ, നിന്റെ ജോലി എന്താന്ന്? ആ ഓ പെയിന്റിങ് കോൺട്രാക്ട് പത്തറ് മണിക്കാരുണ്ട്. ആ, കാറുണ്ട് അവർക്ക്. കാറ് കാറല്ല, ഇതേ മനയിൽ നീന്ത്. അതെ നീ ചോദിക്ക. പേരൊന്ന് ചോദിക്കാലോ. പേരേക്കേ മോളെ പേര് വയസ്സെത്രയായി? നിൻ വയസ്സ് എത്രൂന്ന്? 19. 19. ആണോ? എനക്ക് വയസ്സ് 29 ആയുള്ളൂ. 29. 29. ಅಮ್ಮ ಎನ್ನೆ ಇಷ್ಟ ಅನ್ನೋನೊಂದು ಚೂ ಅವನು ನಿಮ್ಗೆ ಇಷ್ಟ ಆಯ್ತಾ ಅಂತ ಕೇಳುತ್ತಾರೆ. അലിയ ഓക്കെ എന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എനക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ഫിക്സ് ചെയ്തോട്ടെ. അലിയ ഫിക്സ് ചെയ്തിക്കില്ലേ? 50,000 കൂടുതൽ കൊടുത്താലും കുഴപ്പമില്ല. ಹಣ ಇಟ್ಕೊಳ್ಳಿ. ಆಯ್ತಮ್ಮ, ಆಯ್ತು. ഈശ്വര ഇതെങ്കിലും ഒഴിവാകാണ്ട് കാത്തോളെ. ഈശ്വര ആ കുട്ടീനെ മനസ്സിലാക്കാണ്ട് കാത്തോളെ. അതെ ഇരുന്ന് ലേശ കുറി എടുത്തിട്ട് ഞാൻ നോക്കിട്ട് കൊടുത്തോട്ടെ. ഒറ്റ ഒരുവിധം ഒന്ന് ചാലുവാക്കി കൊണ്ടുവരുന്ന. അതെ വേറെ ആർക്കും കാണിക്കണ്ടെന്നൊന്ന് പൈസ കൊടുത്ത് ബുക്ക് ചെയ്തല്ലേ, വേറെ ആരും കാണിക്കൂല. അപ്പൊ ശരി വരട്ടെ. നീ ഇങ്ങോട്ട് വാ. ഇപ്പം വിടും ഇവിടുന്ന്. ബൈ. ഏട്ടാ എന്തായി? എല്ലാം സെറ്റ് കേട്ടോ. ആടല്ല പൊമ്പിള്ളേരിൽ എങ്ങനെയുണ്ട്? വീഴ്ത്ത പോലത്തെ മനുഷ്യന്മാരുടെ എക്സ്ട്രാ കൊമ്പും നേറ്റൊന്നും ഇല്ല. സുന്ദരി പെണ്ണാണ് പറയുമ്പോ. ആ കല്യാണത്തി ആടെ കക്കൂസ് ഒന്നും ഇല്ല കേട്ടാ. കക്കൂസ് ഇല്ലാണ്ട് എങ്ങനെയാന്ന് അതെല്ലാം ഓർ അഡ്ജസ്റ്റ് ചെയ്തോളൂ. നിങ്ങൾ വെറുതെ ബേജാറാവണ്ടപ്പാ. ഭവിതേ പെണ്ണ് എം എ വരെ പഠിച്ചതാട്ടാ. നമ്മളെ ബ്രിഗേഷു എം എ അല്ലേ? എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ. ഇവിടെ 10ാം ക്ലാസ് അടിക്കാൻ പെട്ട പാടെ എനിക്കേ അറിയൂ. വീടല്ലേ 10 തോറ്റ്. ആടെ എമ്മ പറഞ്ഞിട്ട് ഒരു വിലയുണ്ടായിനി.
പിന്നെ എനക്കൊരു വില കുറേണ്ടാവട്ട് ഞാനും പറഞ്ഞു അമ്മയെന്ന്. സ്പോട്ട് 2 പഴംപൊരി. ഡബിൾ അമ്മയെന്ന് പറയുന്നു. 4 കിട്ടിയ 16-ാം തീയതി കഴിഞ്ഞ ഓലിങ്ങ് വരും കേട്ടാ. ഇങ്ങളായിട്ട് എന്നെ കൊളാക്കാൻ നിൽക്കണ്ട. ആ അച്ഛാ നമുക്ക് അങ്ങ് സെറ്റായി കളി കേട്ടാ. 40 വയസ്സായില്ലേ ഓന്? ഇനി ഓനെന്തിനൊരു കല്യാണം? അതും മഞ്ഞനാട്ടിന്ന് ഈ ഇനി ഒന്നും പൊരി കയറ്റാൻ പറ്റൂലപ്പ. ഏട്ടാ ആ നോക്കാം. നമ്മളെ നാട്ടിലുള്ള പെണ്ണാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായ പാർട്ടിക്ക് ഇടപെടേനു. കുടയിൽ എല്ലാ പൊരിയിലും തോക്കുണ്ടെന്ന് അളിയാ മുറി കഴിഞ്ഞിരുന്ന കാര്യം പറയും. നിങ്ങൾ മുറിവഞ്ഞു കൊടുക്കുന്നത് പെയിന്റ് അടി ശരിയാക്കാനുള്ളതാ. ചൊറിഞ്ഞോണ്ട് അളിയ വാ, ഒരുപാട് പൈസ സെറ്റാക്കാനുള്ളതാ. ഇപ്പൊ സുന്ദരനാക്കി തരാം കേട്ടോ. ബബിതേ ദാ ഇത് എനിക്കുള്ളതാ. എന്നാലും എൻ്റെ മോനെ എനിക്കൊരു പെണ്ണ് കെട്ടാൻ വേണ്ടി ഇനി അങ്ങ് കൊടുവ് വരെ പോണ്ടി വന്നില്ലേ. ഓ എനിക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ എനിക്ക് എന്തേലും ഞാൻ കല്യാണം കഴിച്ച് തരുവേനു. വല്ലാണ്ട് അങ്ങ് തിടകല്ലേ. ഞാൻ നിങ്ങളെ ആങ്ങളേൻ്റെ മോളെ ചോദിച്ചപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ പുളുത്തൂന്നല്ലേ പറഞ്ഞേ. എനിക്ക് കുടകുമായി. ഞാനെന്ത് പറഞ്ഞു? സങ്കടം കൊണ്ട അമ്മായി. ആ അച്ഛൻ എവിടെയാ? ಚೆನ್ನಾಗಿದ್ರಾ? കാല് പിടിക്കല്ലേ ഈ അവസാന നിമിഷത്തിൽ നിങ്ങൾ അങ്ങനെ പറയാം. അതെന്തായാലും ഒന്ന് സെറ്റാക്കി തരണം നിങ്ങള്. കഴിച്ച ಬ್ಯಾಕ್ ಸೈಡ್ ಅಲ್ಲಿರೋ ಫ್ರೆಂಡ್ಸ್ ಎಲ್ಲ ನಮ್ಮ ಮನೆಯಲ್ಲ ಬಂದವರ? ഓനാണ് പോയി കൊടുക്കുന്നത്. ഒരു പൈസ അറേഞ്ച് ചെയ്യേണ്ട ആളല്ലേ. ഒരു മിനിറ്റ് ആ പ്രൗഡ് കൊണ്ട് കുണ്ടുണ്ട്. ഓനാ പണീനെ മറിച്ചിട്ട്. എടാ എന്തോ പറയുന്നു. ഹായ് ഹായ് ಚೆನ್ನಾಗಿದ್ದೀಯಾ? നിന്റെ കാർ എടുത്തുന്നാ ചോദിക്കുന്നത്. കാർ ഇവനാ. അത് തിമ്മപ്പം എന്റെ ഫോട്ടോ എടുത്തേ കാറിന്റെ മുകളിലുള്ള ആ ഫോട്ടോ വെച്ചിട്ട് ഒരു കച്ചവടം ഉറപ്പിച്ചിട്ടുണ്ടാവുക. ഇവര് മന്ദർ മന്ദൻ. അതെ 10 പൈസ ഓൻ്റെ അടുത്ത് എടുക്കാനില്ല. പറയാൻ്റെ കുറച്ചും കൂടെ എപ്പോഴും പറയണ്ടല്ലേ. പിന്നെ വിളിക്കാം. എന്ത് കാറെങ്കിൽ കാറ് നടന്നാൽ മതിയെന്നു. ഈ നാട്ടില് ഇങ്ങനെ കൊടകുന്നൊരു കല്യാണം ഇതാദ്യമായിട്ടാ. നിങ്ങളെ നാട്ടിലെ രീതിയൊക്കെ ഒന്ന് പറ. പെണ്ണിനെ നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്കൊരു എഗ്രിമെന്റ് വേണം. അതിന് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്. അതിന്റെ കണക്കുകൾ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണം. അതെല്ലാം നമ്മൾ ബ്രിഗേഡ്സിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ നാട്ടില് ഒരു തനതായ സംസ്കാരമുണ്ട്, ഒരു തനതായ രീതിയുണ്ട്. അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം എഗ്രിമെന്റ് ഉണ്ടാക്കാനും മുമ്പോട്ട് പോകാനും. എല്ലാം ഓക്കെ. എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് ചേച്ചി അതെവിടെ ബ്രോക്കർ പറഞ്ഞ് റെഡിയാക്കി വെച്ചാ അതൊന്ന് വായിക്കാം. മലയാളത്തിലും കന്നഡയിലുണ്ട്. മലയാളത്തിൽ വായിക്കും. മേമുണ്ട് അംശം ചാത്തോതി ദേശം വാണംപറമ്പിൽ നാണുമകൻ ബ്രിഗേഷും കുടക് ബോണിക്കുപ്പ SR ഹാജി നഗർ സോമപ്പാൽ കാവേരി തമ്മിൽ നടത്തുന്ന കല്യാണത്തിന് സ്ഥലം പാർട്ടി സെക്രട്ടറി വനജയുടെ മുഖതാവിൽ ബന്ധപ്പെട്ടവർ ഒപ്പുവെക്കുന്നതാണ്. എല്ലാവർക്കും കേൾക്കാനല്ല. തീരുമാനിച്ചുറപ്പിക്കപ്പെട്ട ബ്രോക്കർ ചാർജ് 1 ലക്ഷം രൂപയുടെ പകുതി കല്യാണം ഉറപ്പു നൽകുന്നെന്നും ബാക്കി പകുതി കല്യാണ തലേന്നും ബ്രോക്കർമാരെ ഏൽപ്പിക്കേണ്ടതാണ്. വധുവിന് ഇത് ഇവിടെ ഉറപ്പിച്ചു പോയിനെ 1 ലക്ഷം രൂപയും പൂ മോഡൽ കുറച്ച് നീട്ടിയിട്ടാണ്. കക്കൂസ് എടുക്കാനുള്ള ചാർജും വല്ല മാറ്റം ഉണ്ടെങ്കിൽ ആടേക്ക് വിളിക്കാം. 1.5 ലക്ഷമാണ് നമ്മുടെ കൂലി, അറിയാലോ. അത് മറക്കണ്ട. കല്യാണം ഉറപ്പ് നൽകി 1 മാസത്തിനുള്ളിൽ പൂമൂടൽ ചടങ്ങ് നടത്തപ്പെടുകയും അവിടെ നിന്നൊരു മാസത്തിനുള്ളിൽ ഭഗവതിന്റെ പേര് കഴിയാൻ കാത്തിക്കണ്ട. കല്യാണം 5000 റുപ്യ അധികം കിട്ടിയ ഊറോളെ വേറെ ആർക്കെങ്കിലും മാർക്ക് എനക്കത് തോന്നുന്നു. എന്താ മത്തി കച്ചവടം? പൂമൂടലിനുള്ള 8 തേങ്ങ ഒഴികെ ബാക്കിയെല്ലാം ബ്രോക്കർ തിമ്മപ്പയുടെ നേതൃത്വത്തിൽ ഇവിടെ നിന്നും കൊടുക്കപ്പെടുന്നതാണ്. സൈൻ ചെയ്യേണ്ട ആളെ പേര് ഞാൻ ഇവിടുന്ന് വിളിച്ചു പറയാം. ഒന്ന് ഓരോരുത്തരായിട്ട് വന്ന് ഒപ്പിട്ട്. സോമപ്പ എച്ച് രാജു എച്ച് ബ്രോക്കർ തിമ്മപ്പ ഒന്നിങ്ങ് മുന്നോട്ട് അതിന് ഒപ്പിട്ടാന്നേക്ക്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒപ്പിട്ടോട്ടെ. എന്തായി? പാല് വാങ്ങിക്കില്ല വനജേ. മറിയമ്മ എന്താ കുന്തപ്പോലെ നോക്കി നിൽക്കുന്നേ? പോയി ആട്ടിനെ കറന്നോളി. ആട്ടിന്റെ കറവ് വരിട്ട് 6 മാസമായി വനജേ. എന്നാ ഇനി പോയി വാങ്ങിക്കൊണ്ടിരി. ഞാൻ പോകൂലേ, എനിക്കിത് കാണണ്ടേ. ഇതെന്ത് കാണാനാ? എന്താ പാർട്ടി സമ്മേളന? ഒരു പാലിന്റെ കാര്യത്തിലും ആരും നമ്മെ തോപ്പിക്കാന്ന് വിചാരിക്കണ്ട. കട്ടൻ ചായ കൊടുത്തോളി. അതാ നമ്മളെ സംസ്കാരം. ചേച്ചി ഞാള് ചെറുത് കണ്ടോ അടിക്കുന്നുണ്ടേ. കുടിച്ചു കളിക്കാൻ നേരം കാലം ഇല്ലല്ലോ. 2 അടിച്ചു കഴിഞ്ഞാൽ നേരവും കാലം നമ്മൾ പറയുന്നല്ലേ. മത്തി കറി വെച്ച് കൂട്ടിക്കോ. പോത്ത് കത്ത് കെട്ടല്ലേ. നല്ല ഉപമ. എല്ലാം റെഡിയല്ലേ? എല്ലാം റെഡിയാ. ഫോണില് ചേച്ചിനോട് പറയാം.
മഞ്ചേച്ചി ബ്രിഗേഷിന്റെ പെണ്ണാന്ന് വീഡിയോ കോള്. ആഹാ. അതാ ഒരെണ്ണം വേണം. ഹായ്. ಮೇಹುಂ ವನಜಾಹುಂ ಹಿಂದಿ ಅಲ್ಲ ಕನ್ನಡಲ್ಲೇ. ಇವರು ನಮ್ಮ ಪಾರ್ಟಿ ಸೆಕ್ರೆಟರಿ. LDF. നാം എത്ര കഷ്ടപ്പാട് കെടുത്തു. ഓളെ കഷ്ടപ്പാട് തീരുമല്ലോ, നമ്മളെ പൈസ കൊടുത്തിനല്ലോ. ലാൽ സലാം. ആ ലാൽ സലാം. ഏടത്തി മതിയാക്കടാ. ദേ ഇങ്ങടെ മരുമോളാ. എടെ കാണട്ടെ. കാണുന്നില്ല വനജ, ഒരു കറുപ്പ്. പിടിച്ചോ. നോക്കട്ടെ. മോനെ ആരെയാ നീ കണ്ടുപിടിച്ചേ? വനജേ ഇപ്പണ്ട് വേണ്ട, ഇവളും എല്ലാം ഒരാട്ടിയൊക്കെ പണിയാ. ഇങ്ങനൊരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്ന നാട്ടുകാരുടെ പോന്ന് നോക്കട്ടെ. ഞാൻ കേട്ടൂല, ഈ കൊറേ ഞാൻ കേട്ടൂല. എന്റെ ജീവൻ പോയാലും കാണാൻ കിട്ടൂലെ? എന്ത് നട കാണുന്നത്? അമ്മ ഇത് നൈറ്റ് ഡ്രസ് അല്ലേ? എന്തോലൊക്കെ ആയാലും ഈ പെണ്ണിനെ എനിക്ക് വേണ്ട, ഞാൻ കല്യാണം കഴിക്കണ്ടേ? സ്വന്തം ഒന്നുമല്ല മുടക്കാൻ ഞാൻ എന്താക്കും? എനിക്ക് ആരും വേണ്ട, പോടാ. ഒരു ജട്ടിയിട്ട പെണ്ണെ കൊണ്ട് വന്നിരിക്കുന്നു. നിർത്തി. ജട്ടിയില്ലാത്ത പെണ്ണെ കൊണ്ടുവാ.